ഗൈസ് എന്തായാലും ആ ഒരു കളി എന്തായാലും ആദ്യം തന്നെ ബദലിനൊരു വലിയ നമ്മൾ എതിർപക്ഷമാണ് ഇന്ത്യ ആണെങ്കിൽ കൂടി പുള്ളിയുടെ ആ ഒരു പൊരുതാൻ കാണിച്ച ആ ഒരു ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇമാതിരി ഒരു പ്രഷർ സിറ്റുവേഷൻ ഇത്രയും വലിയൊരു ടാർഗറ്റ് മുന്നിൽ കണ്ട് ബാറ്റിംഗ് ചെയ്ത ആൾക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ തന്നെ ആദ്യം നേർന്നേ പറ്റൂ. ബദലിന് കൊടുത്ത ഈ ഒരു അഭിനന്ദനം മാത്രമല്ല, ഈ കളിയിൽ കൈകൂപ്പി തൊഴേണ്ട പ്ലെയറാണ് അക്സർ പട്ടേൽ എന്ന് പറഞ്ഞ മുതൽ ആ ഒരു 2 ക്യാച്ചുകൾ എങ്ങനെ സാധിച്ച് അക്സറെ, നിങ്ങൾക്ക് എങ്ങനെ സാധിച്ച്? അയ്യോ, ഈ ഒരു പ്ലെയറിന് പകരമാണ് ആ സൗത്ത് ആഫ്രിക്കയുടെ മാച്ചില് വാഷിംഗ്ടണിനെ കൊണ്ടുവരാൻ ഇന്ത്യക്ക് തോന്നിച്ചെന്നുള്ളതിൽ അയ്യോ ഇപ്പോഴും ഗംഭീരായാലും അവര് ടീം മാനേജ്മെന്റിനെ ഇരുത്തി ആലോചിച്ച് സങ്കടപ്പെട്ടു പോകണം. അതിന് പുള്ളിയുടെ ബൗളിംഗ് 3 ഓവറിലും കിട്ടില്ലായിട്ട് തന്നെ പുള്ളിയുടെ റോൾ നന്നായിട്ട് തന്നെ ചെയ്ത് വിടുകയും ചെയ്തു. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റിംഗിന് ഇറങ്ങിയ കൂടി സഞ്ജുവിന്റെ ആ ഒരു പൊളപ്പം സ്റ്റാർട്ട് ഇന്നും വീണ്ടും ചെക്കൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ് പലർക്കും മുന്നിൽ. താൻ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗിൽ വെടിക്കെട്ട് നടത്താൻ, അതും ടീമിന് വേണ്ട വിധത്തിൽ വെടിക്കെട്ട് നടത്തുന്ന ഒരു ബാറ്റ്സ്മാൻ തന്നെയാണെന്നുള്ളത് 89 റൺ ഇന്നും അടിച്ചുകൊണ്ട് ചെക്കൻ തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ ഇംഗ്ലണ്ടിനെ പറ്റി അവർ പറ്റെന്ന് പറയുന്നത് ആർച്ചറിന്റെ 2ാമത്തെ ഓവറിൽ അവരുടെ ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് വിട്ടുകളഞ്ഞ ഒരു അലുവാ മാതിരിയുള്ള ക്യാച്ച് നഷ്ടപ്പെടുത്തിയതായിരുന്നു ഇത്രയ്ക്കും ഒരു കൂറ്റൻ സ്കോറിൽ ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ സഞ്ജു എന്ന് പോയ പിന്നെയും തുടർന്നെത്തിയ ദൂബെയിലും പാണ്ഡ്യയും പിന്നെ തിലകും വേണ്ട വിധത്തിൽ അവരുടെ ആ ഒരു റോൾ കൃത്യമായിട്ട് ഭംഗിയായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങനെ ഇന്ത്യ 253 ഒരു ബെട്ടാ ടോട്ടൽ പടുത്ത് ഉയർത്തിക്കൊണ്ട് അങ്ങനെ 254 എന്നുള്ള ആ ഒരു ചേസിങ് നടത്താൻ ഇംഗ്ലണ്ട് വന്നപ്പോഴായിരുന്നു വലിയ ടാർഗറ്റ് ആയില്ലേ. അപ്പോൾ തുടക്കത്തെ തന്നെ അടിച്ച് കളിക്കുന്ന ആ ഒരു മെന്റാലിറ്റിയോട് തന്നെ കളിയെ സമീപിച്ചു. അങ്ങനെ തുടക്കത്തിലെ സാൾട്ടും ബാട്ട്ലറും കൂടെ അങ്ങ് അടി തുടങ്ങിയാലും സാൾട്ടിന്റെ ആ ഒരു വിക്കറ്റ് 18 റണ്ണിന്റെ അകത്ത് തന്നെ ഇന്ത്യക്ക് നേടാൻ സാധിച്ചു എന്നത് എന്തായാലും കളിയിൽ വലിയ ഗുണകരമായി. അത് കഴിഞ്ഞ് പിന്നെ ബട്ട്ലർ പോവുകയുണ്ടായി, ചെറിയ വിറപ്പീര് നടത്തിയിട്ട് പിന്നെ ബാൻഡൻ വന്നു. ബാൻഡൻ ചെറിയൊരു സംഭാവന നൽകി, ബാൻഡൻ മടങ്ങി. പക്ഷെ ബദൽ അവിടെ ഒന്നും നിർത്തിയില്ല, കളി അടിച്ചോണ്ട് തന്നെ ഇരുന്നു. ഒരു കൂട്ട് കിട്ടാൻ വേണ്ടി എങ്ങനെയോ കാത്തിരുന്ന ബദലിന്റെ മുന്നിലായിരുന്നു വിൽ ജാക്സ് അങ്ങ് വീണത്. പിന്നെ വിൽ ജാക്സിന്റെ ആ മാരകമായ പ്രകടശേഷിയിൽ ഒത്തൊരുമിച്ച് അങ്ങ് ബദലും പോയി. ആ ഒരു അഴിഞ്ഞാട്ടത്തിൽ ഈ 15 ഓവറിന്റെ അകത്ത് തന്നെ ഇന്ത്യ നല്ല രീതിക്ക് തന്നെ വിറച്ച്. ആര് കാണി അവിടെ ഇരുന്ന ഓഡിയൻസ്, സ്റ്റേഡിയത്തിൽ ഇരുന്ന ഓഡിയൻസ് ആയാലും നമ്മൾ ഈ ടി വി പ്രേക്ഷകരായാലും നല്ല രീതിക്ക് തന്നെ വിറപ്പിച്ച അവരുടെ ആ ഒരു കൂറ്റൻ പാർട്ണർഷിപ്പ്. പിന്നെ പറയാല്ലേ, ബുംറ എന്ന് പറഞ്ഞ ഈ ജനറേഷനിൽ ഇങ്ങനെ കിട്ടാവുന്ന ഒരേ ഒരു മുത്ത് കാരണം ആ ലാസ്റ്റത്തെ ബുംറയുടെ 2 ഓവർ സ്പെല്ലിൽ അത്രയ്ക്കും, അതിന് 4ാമത്തെ ഓവർ കട്ടയ്ക്ക് വേറെ 6 റൺസ് കൊടുത്തോണ്ട് ടൈറ്റ് ആക്കി നല്ല രീതിക്ക് തന്നെ ഇംഗ്ലണ്ടിനെ ബുദ്ധിമുട്ടിപ്പിച്ച് അതിന്റെ ഇടയ്ക്ക് അർഷ്ദീപിന്റെ വേണ്ട സമയത്ത് തന്നെ വിൽ ജാക്സിന്റെ വിക്കറ്റ് എടുത്തു കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഇന്ത്യക്ക് പ്രോത്സാഹനം മേകി. തീർന്നില്ല. പിന്നെ 19ാമത്തെ ഓവറിലെ പാണ്ഡ്യയുടെയും വിലപ്പെട്ട, സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയ രീതിക്കാണ് ആ ഒരു 19ാമത്തെ ഓവർ പാണ്ഡ്യ കൃത്യമായിട്ട് തന്നെ വേണ്ട രീതിയിൽ ഇംഗ്ലണ്ടിനിട്ട് പൂട്ടിക്കൊണ്ട് തന്നെ ആ ഓവർ ഭദ്രമാക്കി ഇന്ത്യക്ക് വേണ്ടി ബോൾ ചെയ്തു. പിന്നെ കളിയുടെ 20ാമത്തെ ഓവറിൽ ദൂബയെ കൊണ്ട് എറിയിപ്പിക്കണോ അക്സറിനെ കൊണ്ട് എറിയിപ്പിക്കണോ എന്നൊരു വലിയ ആശയ കുഴപ്പത്തിൽ സൂര്യ എത്തിപ്പിക്കുന്നതിന് മുന്നേ തന്നെ പാണ്ഡ്യ 19ാമത്തെ ഓവർ കൃത്യമായിട്ട് സേഫ് ആക്കി 30 റൺ അവസാനത്തെ ഓവറിൽ വേണ്ടി വച്ചു എന്നതിലുള്ളതിൽ ദുബൈക്ക് കൊടുക്കാമെന്ന് സൂര്യയെ തോന്നിപ്പിച്ചതിന് കാരണമായ പാണ്ഡ്യയെ കൃത്യമായിട്ട് അഭിനന്ദനം രേഖപ്പെടുത്തിയേ പറ്റൂ. പിന്നെ 20ാമത്തെ ഓവറിലെ പാണ്ഡ്യകൾ ആ ഒരു ബദലിന്റെ റൺഔട്ട്, അതും അവസാനത്തെ ഓവർ 30 റൺ വേണ്ടി ഇരുന്നതിലും ആ ഒരു ദുബൈ ആയതുകൊണ്ട് തന്നെ ആ ഒരു റൺഔട്ട് ടീം ഇന്ത്യയെ ഈ ഒരു മാച്ച് വിജയിച്ച് ഫൈനലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു പങ്ക് തന്നെയാണ് ആ റൺഔട്ട് വഹിച്ചത്. പിന്നെ അവസാനമായിട്ട് ഒരു ചിന്ത പങ്കുവയ്ക്കുക ഉള്ളതെന്ന് പറയുന്നത്, വരുണിന്റെ ആ ഒരു ഈ ഒരു പിച്ചിൽ, ഫ്ലാറ്റ് പിച്ചിൽ തന്നെ മനസ്സിലായി ഏത് ബാറ്റ്സ്മാൻമാർക്കും ഇപ്പോഴും വരുണിനെ എങ്ങനെ അടിച്ച് ശരിയാക്കാന്നുള്ളത് മനസ്സിലായിട്ട് പുള്ളിക്കും ചെയ്യണമെന്നും ഇപ്പൊ വേരിയേഷൻ ഒന്നും വരുത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫൈനലിലൊന്ന് കുൽദീപിനെ വരുണിന് പകരം മാറ്റി പരീക്ഷിച്ചാൽ വളരെ ഉചിതമായിരിക്കും. വരുൺ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതല്ല, പക്ഷെ പുള്ളിക്കുമ്പോ അവസാനത്തെ 3 മത്സരം കണ്ടാൽ തന്നെ അറിയാൻ പറ്റുന്നില്ല. അതാണ്, അതുകൊണ്ട് ഒരു ചേഞ്ച് നടത്തിയാൽ ഇന്ത്യക്ക് അത് ഗുണകരമാകും. അതൊരു അഹമ്മദാബാദ് പിച്ച് ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഏതായാലും ഈ ഒരു മാസ് മസാല ത്രില്ലർ സെമി ഫൈനൽ മാച്ചിന് ശേഷം അങ്ങനെ ഫൈനൽ, അങ്ങനെ ന്യൂസിലാൻഡ് ഏറ്റുമുട്ടുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് നമുക്ക് പക്കലാം.